തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഒരു പണയത്തട്ടിപ്പ്. മുക്കുവണ്ടം പണയം വെച്ച് 5 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത ചിറയൻകീഴ് സ്വദേശി ശാലിനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 69 ഗ്രാം മുക്കുവണ്ടം പണയപ്പെടുത്തി 5,74,000 രൂപയാണ് യുവതി കൈക്കലാക്കിയത്. താഴെയിൽ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ 2025 ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ആഷ്യൻ ഡിയാഗോ ഉണ്ട്. ആഷ്യൻ ഡിയാഗോ ഈ താഴെയിൽ നിധി എന്ന് പറയുന്ന അല്ലെ, താഴെയിൽ നിധി ലിമിറ്റഡ്, ഈ സ്ഥാപനത്തിൽ ഈ സ്വർണം ഉറച്ചു നോക്കുന്ന ആൾക്കാരും ഇല്ലേ? സ്വർണത്തിന്റെ മാറ്റി നോക്കുന്നത്. ഇത്രയും സ്വർണം 69 ഗ്രാം സ്വർണ്ണമൊക്കെ ശാലിനി കൊണ്ടുവന്ന് പണയം വെച്ചപ്പോൾ ഇതൊന്നും നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ലേ? അരുൺ, ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ആറ്റിങ്ങൽ നഗരസഭാ മന്ദിരത്തിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ 4 തവണകളായിട്ടാണ് ഈ യുവതി 69 ഗ്രാം മുക്കുപണ്ടം പണയം വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2025 ഒക്ടോബർ 10 മുതൽ നവംബർ 6 വരെയുള്ള കാലയളവിലാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 5,74,000 രൂപയാണ് ഇത്തരത്തിൽ 4 തവണകളായി ഈ യുവതി മുക്കുപണ്ടം പണയം വെച്ച് കൈക്കലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ചിറയൻകീഴ് സ്വദേശി ശാലിനിയാണ് ആറ്റിങ്ങൽ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ ഈ ആദ്യ ഘട്ട പരിശോധനയിലൊന്നും തന്നെ ഇത് സ്വർണ്ണമാണോ അല്ലെങ്കിൽ മുക്കുപണ്ടമാണോ എന്ന് തിരിച്ചറിയാൻ ശാഖയിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ധനകാര്യ സ്ഥാപനത്തിൽ ഒരു ഓഡിറ്റ് നടന്നു. ഈ ഓഡിറ്റിന്റെ ഭാഗമായി സ്വർണ്ണങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ രാസപരിശോധന സമയത്താണ് ഇത്തരത്തിൽ ഈ യുവതി 4 തവണകളായി പണയം വെച്ചിട്ടുള്ളത് അത് യഥാർത്ഥ സ്വർണ്ണമല്ല, അത് മുക്കുപണ്ടമാണ് എന്നുള്ളൊരു കാര്യം അറിയുന്നത്. ഉടൻ തന്നെ ശാഖാ മാനേജർ ആറ്റിങ്ങൽ പോലീസിന് പരാതി നൽകുകയുമായിരുന്നു. ആറ്റിങ്ങൽ പോലീസ് യുവതി അന്ന് തന്നെ വീട്ടിലേക്ക് എത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യുവതി പറയുന്നതനുസരിച്ച് യുവതിക്ക് സാമ്പത്തിക സഹായം ആവശ്യമായിരുന്നു. അതുകൊണ്ട് മറ്റൊരു സുഹൃത്തിന്റെ പക്കൽ നിന്നാണ് സ്വർണം വാങ്ങിയത്. അതാണ് പണയം വെച്ചത്. തനിക്കിത് മുക്കുപണ്ടമാണ് എന്ന് അറിയില്ലായിരുന്നു. താൻ കൃത്യമായി തന്നെ മാസം പലിശ അടക്കം അടയ്ക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇതിന്റെ രസീതടക്കം പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ ഈ തട്ടിപ്പിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നൊരു കാര്യത്തിലാണ് നിലവിൽ ആറ്റിങ്ങൽ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കൂടുതൽ പേര് ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പിൽ ഈ നേരത്തെ തന്നെ നമ്മൾ ഒരിക്കൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയൊരു കേന്ദ്രം, ഒരു സംഘം തന്നെ ഈ മുക്കുപണ്ടം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഈ സംഘം തന്നെയാണോ യുവതി ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചാണോ അതോ യുവതിയും ഇതിന്റെ ഒരു ഭാഗമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആറ്റിങ്ങൽ പോലീസ് പരിശോധിച്ച് വരികയാണ്. അരുൺ, താങ്ക് യു ആഷ്യൻ ഡിയാഗോ.